മക്കളെ, this is ASR from RKNX. അപ്പോൾ നമുക്ക് 1 മിനിറ്റ് കൊണ്ട് 3 മാർക്ക് നേടിയാലോ? ക്വസ്റ്റ്യൻ ഇതാണ്, കംപ്ലീറ്റ് ദ ഫ്ലോ ചാർട്ട് ഓഫ് ക്രോമസോമൽ ഡിസോർഡർ ബൈ ഫില്ലിംഗ് ദ ബ്ലാങ്ക് ബോക്സസ് A and B. അപ്പോൾ ഇവിടെ കൊടുത്തിരിക്കുന്നത് നോക്കിക്കേടാ, അന്യൂപ്ലോയിഡി അല്ലേ, അന്യൂപ്ലോയിഡി, ട്രൈസോമി ഓഫ് സെക്സ് ക്രോമസോം ആൻഡ് ഓൾസോ ഇവിടെ എ കൊടുത്തിട്ടുണ്ട്. അതായത് അന്യൂപ്ലോയിഡിയിൽ തന്നെ വരുന്ന 2 ഡിസോർഡേഴ്സ് ആണ് ഈ ഫ്ലോ ചാർട്ടിൽ കൊടുത്തിരിക്കുന്നത്. അതിൽ ഒന്ന് എന്ന് പറയുന്നത് ട്രൈസോമി ഓഫ് സെക്സ് ക്രോമസോം ആണ്, XXY കണ്ടീഷൻ ആണ്. അത് നമുക്ക് ഈസി ആയിട്ട് കിട്ടി അല്ലേ. XXY കണ്ടീഷൻ ഏതാ? ക്ലൈൻഫെൽട്ടർ സിൻഡ്രോം ആണ്. അതായത് പുരുഷന്മാരിൽ XYക്ക് പകരം എന്താണ് XXY, ഒരു എക്സ്ട്രാ എക്സ് ക്രോമസോം വന്നിരിക്കുന്നു. അത് ക്ലൈൻഫെൽട്ടർ സിൻഡ്രോം ആണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ എ എന്തായിരിക്കും ഇവിടെ വരുന്നത്? ഇറ്റ് ഈസ് ദി മോണോസോമി ഓഫ് സെക്സ് ക്രോമസോം അല്ലേ. ഓക്കെ, അതായത് സ്ത്രീകളിൽ പൊതുവെ എക്സ് ക്രോമസോം വരണം അല്ലേ, പക്ഷെ ഇവിടെ ഒരു എക്സ് ക്രോമസോം കുറവാണ്. അപ്പൊ XO കണ്ടീഷൻ ആണ് വന്നിരിക്കുന്നത്. അതാണ് ടേണർ സിൻഡ്രോം എന്ന് പറയുന്നത് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്, വാട്ട് ഇസ് എന്യൂപ്ലോയിഡി? എന്താ എന്യൂപ്ലോയിഡി എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഈ പറയുന്ന ടേണർ സിൻഡ്രോം ആയിക്കോട്ടെ, ക്ലൈൻഫെൽട്ടർ സിൻഡ്രോം ആയിക്കോട്ടെ, ഇതൊക്കെ എന്യൂപ്ലോയിഡി കണ്ടീഷൻസ് ആണ്. എന്യൂപ്ലോയിഡി എന്ന് പറഞ്ഞാൽ 1 പെയർ ഓഫ് ക്രോമസോമിൽ നിന്ന് ഒരു ക്രോമസോം നഷ്ടപ്പെടുന്നു, അല്ലെങ്കിൽ ഒരു എക്സ്ട്രാ ക്രോമസോം ആഡ് ആവുന്നു. ഇതാണ് എന്യൂപ്ലോയിഡി എന്ന് പറഞ്ഞാൽ അല്ലെ. ഇപ്പൊ 2n+1 കണ്ടീഷൻ ട്രൈസോമി, 2n-1 കണ്ടീഷൻ മോണോസോമി എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ എന്യൂപ്ലോയിഡിന്റെ കാരണം എന്താ, റീസൺ എന്താണെന്നുള്ളത് മറക്കാതെ കമന്റ് ചെയ്യാം.